ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മലയാള സിനിമയിൽ ലാലേട്ടനുണ്ടായ ഏറ്റവും വലിയ ചേഞ്ച്. നമ്മളെല്ലാവരും ലാലേട്ടനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും നോട്ട് ചെയ്ത ലാലേട്ടൻ്റെ ഏറ്റവും വലിയൊരു ചേഞ്ചും അതിൻ്റെ ഒരു വിശദാംശവും, ഒപ്പം തന്നെ ലാലേട്ടൻ്റെ വമ്പൻ 4 പ്രോജക്റ്റുകൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് നേരെ ലാലേട്ടൻ്റെ ചേഞ്ചിലേക്ക് തന്നെ വരാം. മോഹൻലാൽ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ, അതിലൊരു സംശയമില്ല. മലയാള സിനിമയിലെ നമ്പർ 1 സ്റ്റാർ ആരാന്ന് ചോദിച്ചാൽ മോഹൻലാൽ എന്ന പേര് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ലാലേട്ടന് വന്ന ഏറ്റവും വലിയ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, കുറേ നാളായിട്ട് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വിമർശനം, മലയാള സിനിമയെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസിൻ്റെ ഇടയിൽ പോലും ഉണ്ടായിരുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്, മറ്റേ നിങ്ങൾ ചിന്തിച്ചത് ബോട്ടക്സ് ഇഞ്ചക്ഷൻ എടുത്ത് മുഖത്തിൻ്റെ ഇത് പോയി, അതല്ല. ഇതെന്ന് പറഞ്ഞാൽ ലാലേട്ടനെ എല്ലാവരും ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറയുന്നത്, ലാലേട്ടൻ ഒരു ചേഞ്ച് വേണം, ലാലേട്ടൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, ലാലേട്ടൻ പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് ലാലേട്ടൻ വ്യാപകമായി കേട്ടിരുന്ന ഒരു വിമർശനമാണ്. എന്ന് പറയുക, ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും മറ്റേ പഴയ സംവിധായകരല്ല ചെയ്തിരുന്നത്. എങ്കിലും മമ്മൂട്ടിയെ അപേക്ഷിച്ച് മോഹൻലാൽ പുതുമുഖങ്ങൾക്ക്, നല്ല കഴിവുള്ള പുതുമുഖങ്ങൾക്ക് സംവിധാനം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ലാലേട്ടനായിട്ട് എത്താൻ പറ്റുന്നില്ല. കാരണം ലാലേട്ടനെ ചുറ്റിപ്പറ്റി കുറേ ഉപഗ്രഹങ്ങളുണ്ട്, അവർ കഥ കേൾക്കണം, അവർ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്തളിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ നമ്മൾ പല ഇൻ്റർവ്യൂകളിലും മറ്റും ഏറ്റവും മുതിർന്ന സംവിധായകർ വരെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തും ആയിക്കോട്ടെ. അപ്പം ലാലേട്ടൻ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു വിമർശനമായിട്ട് പല സോഷ്യൽ മീഡിയകളിലും എല്ലായിടത്തും പഴയ സംവിധായകർ വരെ പറയാറുണ്ടായിരുന്നു. അവർക്ക് പോലും ഡേറ്റ് കിട്ടുന്നില്ല. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തരായവർക്ക് പോലും മാത്രമേ ലാലേട്ടൻ ഡേറ്റ് കൊടുക്കുന്നുള്ളൂ എന്ന് വിമർശനം. അതിനെല്ലാം പരിഹാരം എന്ന പോലെ, അതിനെല്ലാം മാറ്റം എന്ന പോലെ 2026, 2025 എന്ന് പറയുന്നത് ഭയങ്കര ലാലേട്ടൻ്റെ അടുത്തൊരു വമ്പൻ തീരുമാനം എന്ന് പറയാൻ പറ്റുന്നതായിരുന്നു തരൺമൂർത്തി എന്ന ഒരു താരതമ്യേന പുതുമുഖ സംവിധാനം എന്ന് പറഞ്ഞാൽ അതേ 1-2 സിനിമകൾ ചെയ്തിട്ടൊന്നും വമ്പൻ സിനിമകളൊന്നും ആയിരുന്നില്ല, ശ്രദ്ധിക്കപ്പെട്ട സിനിമകളായിരുന്നു. എങ്കിലും തരൺമൂർത്തി എന്ന് പറയുന്ന ഒരു യുവ സംവിധായകന് ലാലേട്ടൻ ഡേറ്റ് കൊടുത്തു. അതിൻ്റെ ഫലം എന്തായിരുന്നു? മലയാള സിനിമയിലെ 200 കോടി നേട്ടം കൈവരിക്കുന്ന ഒരു സിനിമ. പ്രൊഡക്ഷൻ പോലും അതിലും മാറ്റം ഉണ്ടായിരുന്നു. കാരണം പുറത്തൊരു പ്രൊഡക്ഷനിൽ ലാലേട്ടൻ ഡേറ്റ് കൊടുത്തത് എനിക്കൊന്ന് തുടരുമെന്നുള്ള സിനിമയിലൂടെ ആയിരുന്നു ഈ അടുത്ത കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതുമുഖ സംവിധായകൻ ഡേറ്റ് കൊടുത്ത വഴി അദ്ദേഹത്തിന് വമ്പൻ ഒരു ഹിറ്റ് നേടിയെടുക്കാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ ലാലേട്ടൻ്റെ വമ്പൻ പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ വമ്പൻ 4 സിനിമകൾ പ്രോജക്റ്റുകളുടെ കാര്യം നമ്മൾ പറയാൻ പോവുകയാണ്. അതിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ട്. അതിൽ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ലാലേട്ടൻ പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അപ്ഡേഷൻ പുതിയത് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, തരൺമൂർത്തിയുടെ തന്നെ 2ാമത്തെ സിനിമയിലും ലാലേട്ടൻ നായകനാകുന്നു. ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടക്കുന്നു. അതിൻ്റെ അകത്ത് ലാലേട്ടൻ്റെ ലുക്കും കാര്യങ്ങളും, പോലീസ് ഓഫീസറായിട്ടാണ് ലാലേട്ടൻ്റെ ലുക്കും കാര്യങ്ങളും പോസ്റ്ററുകളൊക്കെ നമ്മൾ കണ്ടാണ്. ലാലേട്ടൻ ഒത്തിരി നാളുകൾക്ക് കൂടി താടി വടിച്ചുള്ള ആ ഫോട്ടോയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തരൺമൂർത്തി സിനിമ. അതിൽ ലാലേട്ടൻ നായകനായിട്ട് പോലീസ് ഓഫീസറായിട്ട് വരുന്നു കുറേ നാളുകൾക്ക് ശേഷം. അടുത്ത വമ്പൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന പുതിയ സിനിമ, അതിലും ലാലേട്ടൻ ഡേറ്റ് കൊടുത്തു. അതിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതും ഒരു പുതുമുഖ സംവിധായകനാണ് സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് ലാലേട്ടനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം പകരുന്നത്. കാരണം പുതുമുഖ സംവിധായകരെ മോഹൻലാലിനെ കിട്ടുവാണെങ്കിൽ അവർ ലാലേട്ടനെ വേണ്ട വിധം ഉപയോഗിക്കുക. അതായത് പഴയ സംവിധായകർ ലാലേട്ടനെ പഴയ ചിരിയും കളിയും, ലാലേട്ടനെ പ്രേക്ഷകർക്ക് എങ്ങനെ വേണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരുടെ സിനിമകളിൽ ലാലേട്ടൻ അങ്ങനെ അതേപടി തന്നെ അനുകരിപ്പിക്കുക. ഇതങ്ങനെയല്ല, പ്രേക്ഷകർ എന്താണ് ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കൂടെ ലാലേട്ടനെ അവതരിപ്പിച്ച് തുടരും പോലൊരു അടുത്തൊരു ഹിറ്റ് ലാലേട്ടൻ ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒന്നാമത്തെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ശ്രീ ഗോകുലം മൂവീസാണ്. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ വരുന്ന സിനിമ അവർ നല്ല രീതിയിൽ പ്രൊമോഷൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. പിന്നെ അടുത്ത 2 അപ്ഡേറ്റ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത വിമർശനം വരാൻ തോന്നുന്നത് അതാണെന്ന് തോന്നുന്നത്. ലാലേട്ടൻ ഏറ്റവും കൂടുതൽ ഗസ്റ്റ് റോളുകൾ ക്യാമിയോ റോളുകൾ ചെയ്യുന്നത് ആരാണ്? മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്ന് വെച്ചാൽ അത് ലാലേട്ടനാണ്. അപ്പം കുറേ നാളായിട്ട് എല്ലാ സിനിമകളിലും ലാലേട്ടൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അതിൻ്റെ അകത്ത് 2 വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലും ലാലേട്ടൻ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. അതും ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമയാണ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഒറ്റക്കൊമ്പൻ എന്നുള്ള സുരേഷ് ഗോപി നായകനാകുന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്, ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. അടുത്തൊരു വമ്പൻ അപ്ഡേറ്റ്, അടുത്ത അപ്ഡേറ്റ് എന്നാന്ന് ചോദിച്ചാൽ, ഇതൊരു വമ്പൻ അപ്ഡേറ്റ് തന്നെയാണ്. അതും ശ്രീ ഗോകുലം
ഗോപാലൻ്റെ ബാനറിൽ ഗൂഗിൾ മൂവീസ് നിർമ്മിക്കുന്ന കത്തനാർ എന്ന സിനിമയിൽ ജയസൂര്യ നായകനാകുന്ന സിനിമയാണ്. അതിലും ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത കേട്ടു. അത് കൺഫേം ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു. ഇതും മലയാള സിനിമയിൽ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയിൽ ലാലേട്ടനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് വിശ്വസിക്കാം. ലാലേട്ടൻ ആ സിനിമയിൽ കാണാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ 4 അപ്ഡേറ്റുകളാണ് നമ്മളിപ്പം പറഞ്ഞത്. അതിൽ ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴും കിടന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ പുതുമുഖ സംവിധായകർക്ക് ട്രീറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അവർക്ക് ലാലേട്ടനെ വെച്ച് വമ്പൻ ഹിറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന്. ഒപ്പം തന്നെ പ്രേക്ഷകരോട് വേറൊരിത്, ഞാനിപ്പം സിനിമാ സംബന്ധമായിട്ട് ന്യൂസുകളും ഇതുപോലെ അപ്ഡേറ്റുകളൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.